ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് പരമപവിത്രമായി തീരുമ്പോഴാണ് ആത്മബോധം നമ്മളിൽ ഉദയം ചെയ്യുന്നത്. ഒരു തടാകത്തിലെ ജലം ശുദ്ധവും നിശ്ചലവുമാണെങ്കിൽ അതിൽ വ്യക്തമായി മറ്റു വസ്തുക്കൾ പ്രതിഫലിക്കുന്നത് പോലെ മനസ്സാകുന്ന തടാകം ശുദ്ധവും ഇളക്കമില്ലാത്തതുമാണെങ്കിൽ, അതായത് നിശ്ചലവുമാണെങ്കിൽ, ആ മനസ്സിൽ ഈശ്വരൻ എന്താണ് എന്ന് പ്രതിഫലിക്കും. ഈശ്വരത്വത്തെ അറിയാൻ അപ്പോഴാണ് സാധിക്കുന്നത്. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നത് ആത്മബോധത്തിന് അനിവാര്യമായ ഘടകമാണ്. നമുക്ക് ആത്മാവിനെ സംബന്ധിച്ചറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് പവിത്രമായി തന്നെ നാം വെക്കേണ്ടതാണ്. അതിനാൽ പവിത്രമാവണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നാം എന്തെല്ലാം അഭ്യസിപ്പിക്കണം? അതാണ് ദ്രോഹിക്കുന്നവനിൽ പോലും സൗമ്യഭാവം പുലർത്തുവോൻ, ക്രോധകാരണമൊട്ടേറെ ഉണ്ടായാലും ക്ഷമിപ്പവൻ. നമ്മുടെ മനസ്സ് ഈശ്വരോന്മുഖമായി തിരിയണമെങ്കിൽ, അല്ലെങ്കിൽ ഈശ്വരാനുഭൂതിക്ക് പാത്രമായി തീരണമെങ്കിൽ ആ മനസ്സ് എപ്രകാരമുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. ദ്രോഹിക്കുന്നവനിൽ പോലും, നമ്മെ നിരന്തരം ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും സൗമ്യഭാവം പുലർത്തുവോൻ. നമ്മെ ദ്രോഹിക്കുന്നവരോട് പോലും ക്രുദ്ധനായി പെരുമാറാതെ സൗമ്യഭാവത്തോടു കൂടി പെരുമാറണം. അതാണ് ദ്രോഹിക്കുന്നവനിൽ പോലും സൗമ്യഭാവം പുലർത്തുവോൻ. ദ്രോഹിക്കുന്നവരോട് പോലും സൗമ്യഭാവത്തോടുകൂടി ആരാണോ പുലർത്തുന്നത്, അവരുടെ ചിത്തം, അവരുടെ മനസ്സ് പരിപാവനമായിരിക്കും. ഇതിന് സാധിക്കുമോ എന്ന് നമ്മളൊന്ന് നമ്മെ തന്നെ വിചിന്തനം ചെയ്തു നോക്കണം. അടുത്ത് വീണ്ടും പറയുന്നു, ക്രോധകാരണമൊട്ടേറെ ഉണ്ടായാലും ക്ഷമിപ്പവർ. നമുക്ക് ദേഷ്യം വരുന്ന ഒരുപാട് പ്രവൃത്തികൾ മറ്റുള്ളവർ ചെയ്താലും, നമുക്ക് പറ്റാത്ത ഒരുപാട് പ്രവൃത്തികൾ, ദ്രോഹിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ മറ്റുള്ളവർ ചെയ്താലും അവരോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. പാവം, അവർ അറിവില്ലാത്തത് കൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് നാം വളർത്തിയെടുക്കണം. അതിന് സഹനവും ക്ഷമയും ധാരാളം കൂടിയേ കഴിയൂ. സഹിക്കാനുള്ള ഒരു കഴിവ് നാം വളർത്തിയെടുക്കണം. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയാൽ മാത്രമേ ആ മനസ്സിനെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ആത്മോദ്ധാരണത്തിന് ഉപയുക്തമാകുന്ന വിധത്തിൽ മനസ്സിനെ നാം പാകപ്പെടുത്തിയെടുക്കണം. അത് പാകപ്പെടുത്തലേ ഇപ്രകാരത്തിലാണ്. എങ്ങനെ? ദ്രോഹിക്കുന്നവനിൽ പോലും സൗമ്യഭാവം പുലർത്തുവോൻ, ക്രോധകാരണമൊട്ടേറെ ഉണ്ടായാലും ക്ഷമിപ്പവർ. ഒന്നാലോചിച്ചു നോക്കൂ, ഈ മനോഭാവം നിലനിർത്താൻ നമുക്ക് സാധിക്കുമോ എന്ന്. ദേഷ്യപ്പെടാൻ ധാരാളം സന്ദർഭം ഉണ്ടായാലും അത് ക്ഷമിക്കാത്തവരല്ലേ അധികം പേരും. അങ്ങനെ ക്ഷമിക്കുന്നവരാണ്. അതുപോലെ നമ്മളെ ദ്രോഹിക്കുന്നവരോട് പോലും സൗമ്യഭാവത്തോടു കൂടി പെരുമാറണം. ഇതാണ് മനഃശുദ്ധിയുടെ പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ. ഇതെല്ലാം നാം വളർത്തിയെടുക്കണം. അതുകൊണ്ട് ഈ 4 വരി മണിമുത്തുകൾ നിരന്തരം നമ്മൾ മനനം ചെയ്യേണ്ടതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ
പ്രായോഗികം ആക്കണം. നിത്യജീവിതത്തിൽ ഇത് എപ്പോഴും നമ്മൾ പ്രായോഗികം ആക്കിയേ പറ്റൂ. ദ്രോഹിക്കുന്നവരിൽ പോലും സൗമ്യഭാവം പുലർത്തുവോൻ, ക്രോധകാരണമൊട്ടേറെ ഉണ്ടായാലും ക്ഷമിപ്പവൻ.